പ്രിയപ്പെട്ടവരെ, ഞാൻ 1972 നെടുമ്പാശ്ശേരി മാർ അത്തനേഴ്സ് ഹൈസ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ മാത്തുക്കുട്ടി എന്നു പേരുള്ളൊരു സഖാവുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ മാത്തുക്കുട്ടി എന്നാരും വിളിക്കില്ല, സഖാവ് എന്നേ പറയുള്ളൂ. സഖാവ് എന്ന് പറഞ്ഞാൽ മാത്തുക്കുട്ടിയാണ്. അദ്ദേഹം CPM അനുഭാവിയാണ്. മെമ്പർഷിപ്പ് എടുക്കാനുള്ള പ്രായമായിട്ടില്ല. KSFകാരനാണ്. അന്ന് SFI രൂപീകൃതമായിട്ടില്ല. ഇപ്പോഴത്തെ SFIക്കാരായിട്ട് നടക്കുന്ന ആളുകൾക്ക് KSFിലാണ്, കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഈ സംഘടനയുടെ ഒരു പ്രവർത്തകനാണ്. സ്കൂളിൽ ഔപചാരികമായിട്ട് KSU ഇല്ല, KSF ഇല്ല. എന്നാൽ ആന്തരികമായിട്ട് ഇതുണ്ട് താനും. കോൺഗ്രസ്സുകാരുമുണ്ട്, മാർക്സിസ്റ്റുകാരുമുണ്ട്. ഈ രണ്ട് വിഭാഗക്കാരുമുള്ള സ്ഥലമാണ്. അവർ തമ്മിൽ ഉള്ളുകൊണ്ട് ഒരു സ്പർദ്ധയും ആശയ സമരവും ഉണ്ട്. പരസ്യമായി സമരം ചെയ്യാനുള്ള സാഹചര്യം അതില്ല. റവറൻഡ് ഫാദർ KV തരിയൻ BA BT എന്ന് പറഞ്ഞാൽ അതിഗംഭീരനായ ഒരു ഹെഡ് മാസ്റ്ററാണ് സ്കൂളിലുണ്ടായത്. അദ്ദേഹം ഉള്ളിടത്തോളം കാലം അവിടെ ഈ വക കലാപരിപാടികൾ ആ രീതിയിൽ നടക്കുകയില്ല. അതുകൊണ്ട് സംഘർഷവും സംഘടനവും സ്കൂളിൻ്റെ ഭിത്തിക്കകത്ത് അല്ലെങ്കിൽ മതിലിനകത്ത് നടക്കുകയില്ല. പുറത്ത് അത്യാവശ്യം ചെയ്യാം. ഞാൻ മാത്തുക്കുട്ടിയിലേക്ക് വരികയാണ്. സഖാവ് മാത്തുക്കുട്ടി ഈ ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് വെല്ലുവിളിക്കുന്ന സ്വഭാവക്കാരനാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹാൾമാർക്കായിരുന്നു. മാത്തുക്കുട്ടി സഖാവ് ഒരു ദിവസം ഇന്ദിരാഗാന്ധിയെ വെല്ലുവിളിച്ചു. അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി ഇങ്ങനെയായിരുന്നു: ഇന്ദിരാഗാന്ധിക്ക് ധൈര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് 9ാം വാർഡിൽ വന്ന് മത്സരിക്കട്ടെ, ആര് ജയിക്കുന്നത് നമുക്ക് നോക്കാം എന്നാണ്. ഈ വിവരം ഇന്ദിരാഗാന്ധി അറിഞ്ഞില്ല. അതുകൊണ്ട് അവർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചില്ല, നെടുമ്പാശ്ശേരി 9ാം വാർഡിൽ വന്ന് മത്സരിച്ചില്ല. നഷ്ടാർക്ക് ഇന്ദിരാഗാന്ധിക്ക്. മാത്തുക്കുട്ടിക്ക് ഈ വെല്ലുവിളി ഏത് കാലത്തും ആവർത്തിക്കാൻ സാധിച്ചു. അപ്പോൾ ഈ മാത്തുക്കുട്ടിയെ ഇപ്പോൾ ഓർക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് കാലമായിട്ട് മറന്നു കിടക്കരുത്. സഖാവ് മാത്തുക്കുട്ടി ഓർത്തതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയില്ല, നമ്മുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അഥവാ ജോസ് മാണി ഗ്രൂപ്പിൻ്റെ അനിഷേധ്യ നേതാവും യശശരീരനായ KM മാണി സാറിൻ്റെ മകനുമായ ജോസ് K മാണിയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ അനിഷേധ്യ നേതാവ് P ജോസഫ് സാറിൻ്റെ അത്യുത്തമ ശിഷ്യനായ മോൻസ് ജോസഫും തമ്മിൽ വാദപ്രതിവാദവും വെല്ലുവിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സാഹചര്യം എന്ന് വെച്ചാൽ, കടുത്തുരുത്തി MLA ആണ് മോൻസ് ജോസഫ്. മോൻസ് ജോസഫിന് അവിടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ട്, സ്വാധീനമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അവിടെ വീണ്ടും ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വെല്ലുവിളിയിലേക്ക് വാദപ്രതിവാദത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം ഞാൻ ഇനി പറയുന്ന പ്രകാരമാണ്. മോൻസ് ജോസഫ് നിലവിൽ കടുത്തുരുത്തി MLA ആണ്. അദ്ദേഹത്തിന് കടുത്തുരുത്തിയിൽ വലിയ ജനസ്വാധീനമുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരുടെ ഇടയിൽ മാത്രമല്ല, മറ്റ് പാർട്ടിക്കാരുടെ ഇടയിലും നാനാജാതി മതസ്ഥരുടെ ഇടയിലും ജനസ്വാധീനമുള്ള ജനസമ്പന്നനായ ഒരു MLA ആണ്. അദ്ദേഹത്തെ എവിടെയും എപ്പോഴും കാണാൻ സാധിക്കും. ജനങ്ങളുടെ ഒരു സേവകനായിട്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, ജാതിക്ക് അതീതമായിട്ട്, മതത്തിന് അതീതമായിട്ട് അദ്ദേഹത്തിന് വോട്ട് കിട്ടും. അതുകൊണ്ടാണ് അവിടെ ജയിക്കുന്നത്. നിരന്തരമായി ജയിച്ചുകൊണ്ടിരിക്കും. വലിയ തരംഗങ്ങളിൽ പോലും, പ്രതികൂല തരംഗത്തിൽ പോലും സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തോട് ജയിക്കുന്ന ആളാണ് മോൻസ്. അതേസമയത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഏറ്റവും ശക്തിയുള്ള ഒരു പ്രദേശമാണ് കടുത്തുരുത്തി. അതുകൊണ്ട് തന്നെ ജോസ് K മാണിക്ക് മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് കടുത്തുരുത്തി. അദ്ദേഹത്തിന് പാലയിൽ വലിയ ജനപിന്തുണയുള്ളതുകൊണ്ട് അവിടെ മത്സരിച്ചാൽ ജയിച്ചോളെന്ന് ഉറപ്പില്ല. മാണി സാറ് പലതവണ ജയിച്ച സ്ഥലമാണ്. എങ്കിൽ പോലും മാണി സാറിൻ്റെ കണ്ണടച്ചതിന് ശേഷം പാലക്കാർക്ക് മാണി സാറിനോടാകട്ടെ പുള്ളിയുടെ മകനോടാകട്ടെ പഴയ പോലുള്ള പ്രതിപത്തിയില്ല. അതുകൊണ്ടാണ് ആദ്യം മാണി C കാപ്പൻ ജയിച്ചത്, രണ്ടാമതും മാണി C കാപ്പൻ ജയിച്ചത്, മൂന്നാമതും മാണി C കാപ്പൻ തന്നെ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പാലായിൽ മത്സരിച്ചാൽ ജോസ് K മാണി വിജയിച്ചുള്ളതില്ല. അതാണ് അവിടുത്തെ ഒരു സാഹചര്യം. അതുകൊണ്ട് ജോസ് K മാണി മിക്കവാറും കടുത്തുരുത്തിക്ക് മാറും എന്നൊരു കേൾവി ആ പ്രദേശത്ത് എല്ലായിടത്തും ഉണ്ട്. കോട്ടയം ജില്ലയിൽ എമ്പാടുമുണ്ട്. ജോസ് K മാണി ഇനി പാലായിൽ മത്സരിക്കില്ല. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കടുത്തുരുത്തിയിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് മാണി ഗ്രൂപ്പുകാരും പറയുന്നുണ്ട്, ജോസഫ് ഗ്രൂപ്പുകാരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മോൻസ് ജോസഫിൻ്റെ വെല്ലുവിളി വരുന്നത്. ജോസ് K മാണിക്ക് ചുണയുണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ, തന്നിടമുണ്ടെങ്കിൽ, ആണത്തമുണ്ടെങ്കിൽ അയാൾ കടുത്തുരുത്തിയോട് മത്സരിക്കട്ടെ, ഞാൻ ശരിയായി തരാം എന്ന് പറയാം. മാണി ഗ്രൂപ്പുകാർ ഉടനെ തന്നെ തിരിച്ച് വെല്ലുവിളിക്കുന്നു. ജോസ് K മാണി വെല്ലുവിളിക്കുന്നു. മോൻസ് ജോസഫിന് മത്സരിച്ച് തോക്കാൻ നിർബന്ധമുണ്ടെങ്കിൽ അദ്ദേഹം പാലയിൽ വന്ന് മത്സരിക്കട്ടെ, ഞാനിവിടെ തന്നെ ഉണ്ട്, ഞാനെങ്ങും പോകുന്നില്ല. പാലായിൽ മത്സരിച്ചാൽ മോൻസിൻ്റെ ആപ്പീസ് പൂട്ടും എന്ന് ജോസ് K മാണി വെല്ലുവിളിക്കും. അതിനെ തുടർന്ന് രണ്ട് ഭാഗത്ത് ചേരി തിരിഞ്ഞ് കേരള കോൺഗ്രസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കും. അവർക്ക് പ്രത്യേകിച്ചൊന്നും പോകാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ആൾക്കാരാണ് ഈ വെല്ലുവിളി നടത്തുന്നത്. പക്ഷേ മോൻസിന് പാലായിൽ പോയി മത്സരിക്കാനും ഉദ്ദേശമില്ല.
ജോസ് കെ മാണിക്ക് കടുത്തുരുത്തി പോയി മത്സരിക്കാൻ ധൈര്യവുമില്ല. ഇതാണ് സത്യം. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ച് ഈ പാർട്ടിയുടെ അനുഭാവികളെയും സഹയാത്രികരെയും ഒക്കെ ത്രില്ലടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോസ് കെ മാണി ഒരു കാരണവശാലും കടുത്തുരുത്തിയിൽ പോവുകയില്ല. കടുത്തുരുത്തിയിൽ പോയി ബോറിസിനോട് ഏറ്റുമുട്ടിയാൽ പരാജയമായിരിക്കും ഫലം എന്നുള്ളതിന് അദ്ദേഹത്തിന് അറിയാം. ബോറിസ് ജോസഫിനാണെങ്കിൽ കടുത്തുരുത്തി വിട്ട് പാലേക്ക് കൊണ്ടൊരു ആവശ്യവുമില്ല. അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കും. ജോസ് കെ മാണി രാജ്യസഭാംഗമായി തുടരണോ അതോ പാലായിൽ ഒരു പ്രാവശ്യം കൂടി ഭാഗ്യപരീക്ഷ നടത്തണോ എന്ന ചോദ്യമേ ബാക്കിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ പാലയിലെ പ്രബലരായ മാർക്സിസ്റ്റുകാരെ ഒന്ന് ശരിക്കും സന്തോഷിപ്പിക്കേണ്ടതായിട്ട് വരും. കഴിഞ്ഞ തവണ പോലും CPM-കാരിൽ പലരുടെയും വോട്ട് ജോസ് കെ മാണിക്ക് കിട്ടിയില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല കത്തോലിക്ക മത മേലധ്യക്ഷന്മാരിൽ പലരും പുള്ളിക്ക് വേണ്ട രീതിയിൽ പിന്തുണ കൊടുത്തില്ല. അല്ലാണ്ട് മാണി സി കാപ്പൻ്റെ ജനപിന്തുണയല്ല അദ്ദേഹം അവിടെ ജയിച്ചത്. അത് ജോസ് കെ മാണിക്കെതിരായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വോട്ടുകളായിരുന്നു. അപ്പോൾ ജോസ് കെ മാണി മത്സരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ വിഭാഗങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ച് തൃപ്തിപ്പെടുത്തി വേണം മത്സരിക്കാൻ. NSS, SNDP, പുലയ മഹാസഭ, കത്തോലിക്ക, കോൺഗ്രസ്, പാലാ മെത്രാൻ ഇവരൊക്കെ സന്തോഷിപ്പിച്ച് വിവിധ ഗ്രൂപ്പുകളെ വിവിധ പാർട്ടിക്കാരെയൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ജോസ് കെ മാണിക്ക് ജയസാധ്യതയുള്ളൂ. അതും പാലായിലേ ഉള്ളൂ. കടുത്തുരുത്തിയിൽ ചെന്ന് യാതൊരു രക്ഷ കിട്ടില്ല. ഇതറിയാത്തവരൊന്നുമല്ല. ഇതറിഞ്ഞുകൊണ്ട് വെറുതെ ആളുകളെ ത്രില്ലടിപ്പിക്കാമല്ലോ. കുറച്ചാൾ ഈ ജോസഫ് ഗ്രൂപ്പുകാർക്കും മാണി ഗ്രൂപ്പുകാർക്കും പറഞ്ഞുകൊണ്ട് നടക്കാനൊരു വിഷയമായി. അത്രേ ഉള്ളൂ. ഞാൻ പറയാൻ വന്നത് ഇതല്ല. ഈ അഭിമന്യ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് അതിനിടയ്ക്ക് ഒരു ഐക്യ കാഹളം മുഴക്കിയിട്ട് കേരള കോൺഗ്രസിലെ എല്ലാ ഗ്രൂപ്പുകളും ഒന്നിച്ചു ചേരണം, ഒന്നായി മത്സരിക്കണം. അങ്ങനെ കത്തോലിക്ക തിരുസഭയുടെയും വിവിധ ക്രൈസ്തവ സഭകളുടെയൊക്കെ അഭിലാഷ പൂർത്തീകരണങ്ങൾക്ക് യോജിച്ച രീതിയിൽ ഒരു ഏകീകൃത രാഷ്ട്രീയ പാർട്ടിയായിട്ട് ക്രിസ്ത്യാനികളുടെ ഒരു മുസ്ലിം ലീഗായിട്ട് മാറണം എന്നുള്ളതാണ്. പക്ഷേ പിതാവ് എന്തുദ്ദേശിച്ചാലും ഒരു കാര്യം ശരിയാണ്. ഈ കേരള കോൺഗ്രസ്സിന് ഒരുപക്ഷെ ഇപ്പം യോജിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് വേണമെങ്കിൽ ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും തമ്മിൽ ലയിക്കാം. മാണി ഗ്രൂപ്പ് ഇടതു മുന്നണി വിട്ട് വലതു മുന്നണിയിലേക്ക് പോകാം. പോയാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജോസ് കെ മാണിയുടെ കൂടെ റോഷി അഗസ്റ്റിൻ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേണമെങ്കിൽ പോവാം. അവിടെ ആണെങ്കിൽ കുറച്ചുകൂടി അക്കമഡേഷൻ കിട്ടും. കോൺഗ്രസും ലീഗും ഒക്കെ കുറച്ചുകൂടി അനുഭാവപൂർവ്വം ജോസ് കെ മാണിയോട് പെരുമാറും. ഇവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജയസാധ്യതയുമുണ്ട്. പക്ഷേ പ്രശ്നം കിടക്കണമെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ, വകുപ്പ് തീരുമാനിക്കുമ്പോൾ പിന്നെ അടിമുട്ടും. അപ്പോൾ പാർട്ടി പിന്നെയും പിളരും. ഇപ്പോൾ 6 നിൽക്കുന്ന കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 12 വീണ്ടും ചിഹ്ന ഭിന്നമാകും. അപ്പോൾ അതുകൊണ്ട് പാർട്ടികൾ ഇപ്പോൾ പോകുന്ന പോലെ അങ്ങ് പോകുന്നതാണ് നല്ലത്. പരിശുദ്ധ പിതാവിൻ്റെ നല്ല മനസ്സിന് നമ്മളെല്ലാവരും നന്ദിയുള്ളവരായിരിക്കാം. പക്ഷേ പ്രായോഗികമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഏതായാലും ഈ സഖാവ് മാത്തുക്കുട്ടിയുടെ നിലവാരത്തിലേക്ക് ഉയർന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോസ് കെ മാണിയോടും അതുപോലെ ബോറിസ് ജോസഫിനോടുള്ള എൻ്റെ സന്തോഷം രേഖപ്പെടുത്തുന്നു. രണ്ടുപേർക്കും നല്ലത് വരട്ടെ എന്ന് കർത്താവ് ഈശോ മിശിഹായോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.